ഹായ്, എല്ലാവർക്കും ട്രിക്ടേൻ്റെ വീക്കിലി കറണ്ട് അഫയർസ് സെക്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ ഏതൊക്കെ എന്താണെന്ന് ഒന്ന് ചർച്ച ചെയ്യാം. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് 72ാമത് നാഷണൽ ഫിലിം അവാർഡാണ്. 72ാമത് നാഷണൽ ഫിലിം അവാർഡ് നമ്മൾ A to Z കാര്യങ്ങളെല്ലാം നമ്മൾ ട്രിക്ടേൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും വീക്കിലി CAയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നോക്കുന്നു. നമ്മളോട് ഇത് ചോദിക്കാവുന്ന ചോദ്യമാണ്. 72ാമത് നാഷണൽ ഫിലിം അവാർഡ് 2026 പ്രഖ്യാപിച്ചപ്പോൾ 2024 ജാനുവരി മാസം 1 മുതൽ 2024 ഡിസംബർ മാസം 31 വരെ സെൻസർ ചെയ്തിരിക്കുന്ന സിനിമകൾക്കാണ് പുരസ്കാരം നൽകിയത്. ആരാണ് ജൂറി ചെയർമാൻ എന്ന് ചോദിച്ചാൽ ഒന്ന് നോക്കി വെച്ചോളുക. ഇദ്ദേഹം ഒരു മലയാളിയാണ്. ജയരാജ് ആയിരുന്നു ജൂറി ചെയർമാൻ. ജയരാജാണ്. അപ്പോൾ 2024 സെൻസർ ചെയ്ത ചിത്രങ്ങളെയാണ് പുരസ്കാരത്തിന് കൊണ്ടുവന്നത്. ജൂറി ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ജയരാജ് ആയിരുന്നു ജൂറി ചെയർമാൻ. നമ്മൾ അറിഞ്ഞിരിക്കണം മികച്ച നടൻ അല്ലേ. ഇപ്രാവശ്യം 2 പേർക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം കൊണ്ടുപോയിരിക്കുന്നത്. അതിലൊരു മലയാളി ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. 2 പേരിലൊന്ന് മമ്മൂട്ടി, മറ്റൊന്ന് കാർത്തിക് ആര്യൻ. മമ്മൂട്ടി ഏതാണ് ചിത്രമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭ്രമയുഗമാണ്. കാർത്തിക് ആര്യൻ ഏതാണ് ചിത്രം? ചന്തു ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ അഭിനയത്തിന് കാർത്തിക് ആര്യൻ അല്ലേ. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിന്റെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനായി പഠിക്കുക. 4ാമത് തവണയാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നു. ഇതോടൊപ്പം ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഇന്ത്യയിൽ നിന്നും 2 പേരാണ്. ഒന്ന് അമിതാഭ് ബച്ചൻ, മറ്റൊന്ന് മമ്മൂട്ടി. മമ്മൂട്ടിക്ക് 4 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കൊടുത്തിരിക്കുന്നു. ഏതൊക്കെ ചിത്രങ്ങളെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അതിലൊന്ന് 89-ൽ 2 ചിത്രങ്ങൾ. മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ. 93-ൽ പൊന്നന്മാട വിധേയൻ. ശേഷം 98-ൽ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. 2024-ൽ ഭ്രമയുഗം. 4 തവണ അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും 7 തവണ മികച്ച നടനുള്ള കേരള സർക്കാരിന്റെ സംസ്ഥാന പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? മമ്മൂട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഇനി നമ്മൾ അറിയേണ്ടത് ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ച ഷഹനാദ് ജലാൽ മികച്ച ഛായാഗ്രഹണനായിരിക്കുന്നു. മികച്ച ഛായാഗ്രഹണം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഷഹനാദ് ജലാലാണ്. മികച്ച ഛായാഗ്രഹണം മലയാളിയാണ്. ഏതാണ് ചിത്രമെന്ന് ചോദിച്ചാൽ അത് ഭ്രമയുഗമാണ്. ഇനി നമ്മൾ മലയാളത്തിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടത് മികച്ച ഗായിക. മികച്ച ഗായിക ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വൈക്കം വിജയലക്ഷ്മിയാണ് മികച്ച ഗായിക. മലയാളിയായ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി ഏതാണ് ചിത്രം? ARM എന്ന് പറയുന്ന ചിത്രമാണ് അല്ലേ. അതിൻ്റെ ഗാനത്തിൻ്റെ ആലാപനത്തിന് വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. സ്വാഭാവികമായിട്ടും ഗായകനെ കൂടി ഒന്ന് നോക്കി വെച്ചോളുക. അഭയ് ജോധ്പുർക്കറാണ് മികച്ച ഗായകനായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. കാരണം ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ട്രിക്ടേൻ്റെ യൂട്യൂബ് ചാനലിൽ പോയാൽ മതി. നമ്മൾ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അത് മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ നൽകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നു 2026-ലെ ബാലസാഹിത്യ പുരസ്കാരങ്ങളാണ്. 2026-ലെ ബാലസാഹിത്യ പുരസ്കാരം. അതിൽ ഉല്ലല ബാബു സ്മാരക സാഹിത്യ പുരസ്കാരം സന്തോഷ് ഏച്ചിക്കാനം. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കെന്ന് ചോദിക്കുകയാണെങ്കിൽ മിസാറു എന്ന് പറയുന്ന കൃതിക്കാണ്. അപ്പോൾ PS നമ്മളോട് ചോദിക്കും മിസാറു എന്ന് പറയുന്ന കൃതി ആരെഴുതി എന്ന് ചോദിച്ചാൽ അത് സന്തോഷ് ഏച്ചിക്കാനമാണ് മിസാറു. ഇനി 2026 ബാലസാഹിത്യ പുരസ്കാരത്തിൽ 2 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ കൂടി നമ്മളൊന്ന് നോക്കി വെച്ചോളുക. അതിലൊന്ന് ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം അല്ലേ. ലഭിച്ചത് ആർക്കെന്ന് ചോദിക്കുകയാണെങ്കിൽ K സച്ചിദാനന്ദനായിരുന്നു. പുഴുവായിരുന്നു ഞാൻ എന്ന് പറയുന്ന കൃതിക്കാണ് K സച്ചിദാനന്ദൻ. പുഴുവായിരുന്നു എന്ന് പറയുന്ന കൃതിക്കാണ് K സച്ചിദാനന്ദൻ ലഭിക്കുന്നു. അടുത്ത രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം. KV രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം. ശ്രീജിത്ത് പെരുന്തച്ചൻ. ഏതാണ് കൃതി? പഴമൊഴി പുതുമ എന്ന് പറയുന്ന കൃതിക്കാണ്. 3 കാര്യങ്ങളും ഒന്ന് നോക്കി വെച്ചോളുക. വ്യക്തികളെ തന്നിട്ട് കൃതികൾ ചോദിക്കാം, അല്ലെങ്കിൽ കൃതി തന്നിട്ട് ഇതാരെഴുതി എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം അല്ലെ. PS ചോദിച്ചായിരുന്നു. ദിയാബിനു പുളിക്കണ്ടത്തെ PS ചോദിച്ചായിരുന്നു അല്ലേ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ കൂടിയായിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു ദിയാബിനു പുളിക്കണ്ടം. എന്താണ് പ്രത്യേകത? പാലാ നഗരസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസാക്കിയതിലൂടെ പുറത്താക്കപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ.
അല്ലേ? നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിലൂടെ ആര് പുറത്താക്കപ്പെട്ടു? ദിയാ ബിനു പുളിക്കണ്ടം പുറത്താകുന്നു. ദിയാ ബിനു പുളിക്കണ്ടം പുറത്താവുന്നതിന് മുമ്പ് ഇന്ത്യയിൽ തന്നെ ഒരു നഗരസഭാ അധ്യക്ഷ അല്ലെങ്കിൽ നഗരസഭാ ചെയർപേഴ്സൺ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തിമാർ തന്നെയായിരുന്നു ദിയാ ബിനു പുളിക്കണ്ടമായിരുന്നു. ചോദിച്ചായിരുന്നു PSC. അടുത്തൊരു റെക്കോർഡാണ് അല്ലേ? 2026 ജൂലൈയിൽ വടക്കൻ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് ടുപ്കാൽ കീഴടക്കിയ മലയാളി ബാലിക നമ്മുടെ വടക്കൻ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായിരിക്കുന്ന മൗണ്ട് ടുപ്കാൽ കീഴടക്കിയിരിക്കുന്നു. ബാലികയുടെ പേര് ക്രിഷ് എന്നാണ് ബാലികയുടെ പേര്. 4167 മീറ്റർ ആണ് അല്ലെ? 4167 മീറ്റർ എന്ത് ചെയ്യുന്നു? കയറി എന്നുള്ളതായിരുന്നു. ഏത് ജില്ലക്കാരി എന്ന് ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലാ സ്വദേശിയാണ് ക്രിഷ്. അങ്ങനെ ചരിത്രത്തിൽ ഒരു മലയാളി വനിത അതാ വടക്കൻ ആഫ്രിക്കയിലെ ഏറ്റവും വലിയുള്ള കൊടുമുടി എന്ത് ചെയ്ത് നിൽക്കുന്നു? അതിലെ മൗണ്ട് ടുപ്കാൽ കീഴടക്കി എന്നുള്ളതാണ്. ഇനി മറ്റൊരു കർമ്മ പദ്ധതിയാണ്. നോക്കൂ, പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി കേരളം പുറത്തിറക്കിയ പുതിയ കർമ്മ പദ്ധതിയാണ് സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സ്നേക്ക് ബൈറ്റ് എൻവനോമിംഗ് എന്നുള്ളതാണ്. ഒന്ന് നോക്കി വെച്ചോളുക. ഒരു പുതിയ കർമ്മ പദ്ധതി കേരള സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ അവസാനിപ്പിക്കുന്നതിനായിട്ടല്ലേ? 2-3 മാസം മുമ്പ് നമുക്കറിയാം അല്ലെ, ഒട്ടനവധി കുഞ്ഞുങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? പാമ്പ് കടിയേറ്റിരിക്കുന്നു. സോ അത് അവസാനിപ്പിക്കുവാനായിട്ട് സംസ്ഥാന ആക്ഷൻ പ്ലാൻ ഫോർ പ്രിവെൻഷൻസ് ആൻഡ് കൺട്രോൾ ഓഫ് സ്നേക്ക് ബൈറ്റ് എൻവനോമിംഗ് എന്ന് പറയുന്ന ഒരു പ്ലാൻ ഏത് സർക്കാർ പുറത്തിറക്കി? സംസ്ഥാന സർക്കാർ, കേരളം പുറത്തിറക്കി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കിയോ. ഒരു സൂചി തുമ്പിയെ കണ്ടെത്തിയതാണ്. അത് കേരളത്തിലെ കണ്ണൂരിലെ തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിന് സമീപത്തെ വരദൂർ പനക്കാട് ചെങ്കൽപ്പാറ പാറയിടുക്കുകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സൂചിത്തുമ്പി. അത് ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നീലത്തവിട്ടൻ ചോരച്ചിറകൻ എന്ന പേരിലാണ്. കാണാൻ പറ്റുന്നുണ്ടോ? നീലത്തവിട്ടൻ ചോരച്ചിറകൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നു. ഇതിന്റെ ശാസ്ത്രീയ നാമമാണ് ലൈസ്റ്റസ് പലോട്ടി എന്നാണ് ഇത് അറിയപ്പെടുന്നു. നീലത്തവിട്ടൻ അല്ലെ, ചോരച്ചിറകൻ എന്ന് പറയുന്ന ഒരു തുമ്പി അല്ലെ. സ്വാഭാവികമായിട്ടും നമുക്കിങ്ങനെ കാണുമ്പോൾ ഈ തുമ്പിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും. കളറിൽ ഉള്ള ഒരു വ്യത്യാസം എന്നുള്ളതാണ് മറ്റൊരു കാര്യം കേട്ടോ. വീണ്ടും ഒരു കണ്ടെത്തലാണ് അല്ലെ. സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈയിടെ കണ്ടെത്തിയ പുതിയ മത്സ്യ ഇനമാണ് അല്ലെ. 2026 ജൂലൈയിൽ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്ര സ്ഥാപനം കണ്ടെത്തിയ പുതിയ മത്സ്യ ഇനം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഡോറിയാണ്. ഈ കാണുന്നതാണ് ഇന്ത്യൻ ഡോറി. ഈ കാണുന്നതാണ് ഇന്ത്യൻ ഡോറി എന്ന് പറയുന്ന പുതിയ മത്സ്യയിനം. ഇത് കൊല്ലത്ത് നിന്നാണ് ഇവർ കണ്ടെത്തി എന്നുള്ളതാണ് മറ്റൊരു സത്യം കേട്ടോ. ഇത് കണ്ടെത്തുന്നത് കൊല്ലത്ത് നിന്നാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം. അങ്ങനെ കണ്ടെത്തിയിരിക്കുന്ന പുതിയ മത്സ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ഡോറി എന്ന് പറയുന്നതാണ്. ഇന്ത്യൻ ഡോറി എന്ന് പറയുന്ന ഒരു മത്സ്യത്തെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് മറ്റൊരു കുരങ്ങ് ഇനം കണ്ടെത്തിയിരിക്കുന്നു. 2026 ജൂലൈയിൽ കണ്ടെത്തിയ പുതിയ കുരങ്ങ് ഇനം റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്നാണ് ഈ കുരങ്ങിനെ കണ്ടെത്തുന്നത്. അതിൻ്റെ പേര് ലിക്വലി എന്നാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. ലിക്വലി എന്നാണ്. സോ അവരുടെ മുഖത്ത് ആ ഒരു പ്രത്യേകതയാണ് ഇത് അവർ സൂചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ലിക്വലി എന്ന് പറയുന്ന കുരങ്ങാണ് അല്ലേ. റിപ്പബ്ലിക് ഓഫ് കോങ്കോ നിന്നാണ് എന്ത് ചെയ്യുന്നത്? റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കോങ്കോ കണ്ടെത്തിയിരിക്കുന്നു. ആ കുരങ്ങനെ കൂടി എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെച്ചോളുക. പ്രധാനപ്പെട്ട ഒരു 3-4 നിയമനമാണ്. 2026 ജൂലൈയിൽ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷനായി തെരഞ്ഞെടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് KM ചന്ദ്രശേഖർ അല്ലേ. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് അല്ലെ ഉപാധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ KM ചന്ദ്രശേഖർ. അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ്. അന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. KM ചന്ദ്രശേഖറാണ് ജൂലൈയിൽ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷനായിട്ട് നിയമിതനായ ഒരു വ്യക്തി. മറ്റൊരു നിയമനം 2026 MP പോൾ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര് എന്നാണ്. ഓക്കെ, MP പോൾസ് പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ആശാ മേനോനാണ് ഈ പുരസ്കാരം ലഭിച്ചു. ഈ ആശാ മേനോന്റെ ഒരു പ്രസിദ്ധമായ ഒരു കൃതിയുണ്ട്, ശമപ്പൊരുൾ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ കൃതി. ശമപ്പൊരുൾ അല്ലേ.
അതൊരു നിരൂപണ സാഹിത്യമാണ്, നിരൂപണ സാഹിത്യം കൂടിയാണ്. ശമപ്പൊരുൾ എന്ന് പറയുന്ന കൃതി ആരെഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആശാ മേനോനാണ് എഴുതിയിരിക്കുന്നത്. 2026 MP പോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആശാ മേനോനാണ്. അടുത്ത ചോദ്യം വീണ്ടും ഒരു നിയമനമാണ്. 2026 ജൂലൈയിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനായിട്ട് നിയമിതനായ വ്യക്തി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹർജിത് സിംഗ് ഗ്രഗ്വാൾ ആണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ. അപ്പോൾ ജൂലൈയിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായ വ്യക്തി ഹർജിത് സിംഗ് ഗ്രഗ്വാൾ ആണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ. നോക്കി വെച്ചോളുക, ചോദ്യങ്ങൾ നമ്മളോട് PS ചോദിക്കാവുന്നതാണ് നിയമനങ്ങളിൽ. അടുത്ത വീണ്ടും ഒരു നിയമനം. 2026 ജൂലൈയിൽ ഓപ്പൺ എയുടെ ചീഫ് ടെക്നോളജി ഓഫീസറായി നിയമിതനായ വ്യക്തിയാണ്. ഓപ്പൺ എയുടെ ചീഫ് ടെക്നോളജി ഓഫീസറായിട്ട് നിയമിതനായത് ഉദയ് രുദ്രരാജു ആണ് അല്ലെ. ഓപ്പൺ എയുടെ ചീഫ് ടെക്നോളജി ഓഫീസറായിട്ട് അല്ലെ ഉദയ് രുദ്രരാജു എന്ത് ചെയ്യുന്നു? നിയമിതനായിരിക്കുന്നു. വീണ്ടും ഒരു നിയമനം. 2026 ജൂലൈയിൽ അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യക്കാരൻ ആര് എന്നുള്ളതാണ്. ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യക്കാരൻ വിശ്വനാഥൻ ആനന്ദാണ് അല്ലെ. നമുക്കറിയാം ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന അല്ലെ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് വിശ്വനാഥൻ ആനന്ദ്. അദ്ദേഹമാണ് ചെസ് ഫെഡറേഷന്റെ എന്ത് ചെയ്യുന്നു? അദ്ദേഹം പ്രസിഡന്റായിട്ട് ഇടക്കാല പ്രസിഡന്റായിട്ട് ചുമതലയേറ്റിരിക്കുന്നു. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ കവാൽ കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തെലങ്കാന. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കടുവകളെ അവിടെ റിപ്പോർട്ട് ചെയ്തു എന്നതിനെ തുടർന്നാണ് കവാൽ ടൈഗർ റിസർവ് എന്ത് ചെയ്യുന്നത്? വാർത്തകളിൽ ഇടം നേടി എന്നുള്ളതായിരുന്നു. അപ്പോൾ അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്ന കവാൽ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? തെലങ്കാനയാണ്. നോക്കി വെച്ചോളുക അല്ലേ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഉറപ്പായിട്ട് നമ്മളിത് പഠിച്ചു വെച്ചോളുക അല്ലേ. 2026 ജൂലൈ മാസം 18-ാം തീയതി നമ്മൾ വിക്ഷേപിച്ചു. 2026 അല്ലേ 2026 ജൂലൈ മാസം അല്ലേ 18-ാം തീയതി നമ്മൾ വിക്ഷേപിച്ചു. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ നിർമ്മിത ഓർബിറ്റൽ റോക്കറ്റ് ഏത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ നിർമ്മിത ഓർബിറ്റൽ റോക്കറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിക്രം 1 എന്നുള്ളതാണ്. വിക്രം 1 അല്ലെ. വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് ഈ പേര് നൽകിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. വിക്രം 1 ആ വിക്ഷേപണ ദൗത്യത്തിന് നമ്മൾ നൽകിയിരിക്കുന്ന പേര് ചോദിക്കുകയാണെങ്കിൽ മിഷൻ ആഗമൻ എന്നുള്ളതാണ്. അതിന് നമ്മൾ നൽകിയിരിക്കുന്ന പേരാണ് മിഷൻ ആഗമൻ. നോക്കി വെച്ചോളുക. ഭൂമിയിൽ നിന്നും 450 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥമാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. ഇത് നിർമ്മിച്ച കമ്പനി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈദരാബാദ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെ സ്കൈ റൂട്ട് എയ്റോസ്പേസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ നിർമ്മിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 നോക്കി വെച്ചോളുക. അതിന് നമ്മൾ ആ വിക്ഷേപണ ദൗത്യത്തിന് നമ്മൾ നൽകിയത് പേര് മിഷൻ ആഗമൻ. ചോദിക്കും അല്ലേ. മറ്റൊരു പ്രധാന ഒരു ചോദ്യത്തിലൂടെ നമ്മൾ പ്രവേശിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇന്ത്യയിൽ അംഗീകാരം നൽകുന്ന ആദ്യത്തെ ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ ഏത് എന്നുള്ളതാണ്. ഇന്ത്യയിൽ അംഗീകാരം നൽകുന്ന ആദ്യത്തെ ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിനാണ് ക്യൂഡെങ്ക എന്നാണ് അതിന് പറയുന്ന പേര്. ക്യൂഡെങ്ക എന്നാണ് അതിന് പറയുന്ന പേര്. ഓക്കെ. അതിൻ്റെ ഒരു പ്രത്യേകത ഈ 4 ഡെങ്കി 1, ഡെങ്കി 2, ഡെങ്കി 3, ഡെങ്കി 4 എന്ന് പറയുന്ന 4 വൈറസ് വകഭേദങ്ങളെയും പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ഡെങ്കി വാക്സിനാണ് പറയുന്നു എന്നുള്ളതാണ്. സോ ഇത് നന്നായിട്ടൊന്ന് നോക്കി വെച്ചോളുക. ചോദിക്കും. ക്യൂഡെങ്ക എന്ന് പറയുന്ന ഒരു ഡെങ്കി വാക്സിന് എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ അംഗീകാരം നൽകുന്ന ആദ്യത്തെ ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിനാണ്. അടുത്ത മറ്റൊരു ചോദ്യം. ഇതിലെ ആദ്യത്തെ ഇമ്മേഴ്സീവ് ലാംഗ്വേജ് മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയെന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇമ്മേഴ്സീവ് ലാംഗ്വേജ് മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ച എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്തയാണ്. ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അമിത് ഷാ അല്ലേ. ഇമ്മേഴ്സീവ് ലാംഗ്വേജ് മ്യൂസിയം നമ്മളെ എന്ത് ചെയ്യുന്നു? അതാ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇമ്മേഴ്സീവ് മ്യൂസിയങ്ങൾ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇമ്മേഴ്സീവ് ലാംഗ്വേജ് മ്യൂസിയം എവിടെ വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലാണ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം.
ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന യുദ്ധവിമാനങ്ങൾക്ക് തദ്ദേശീയമായി നിർമ്മിച്ച എഞ്ചിന് നൽകുന്ന പേര് എന്ത് എന്നുള്ളതാണ് നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിക്കുന്ന യുദ്ധവിമാനങ്ങൾക്ക് തദ്ദേശീയമായി നൽകുന്ന എഞ്ചിന് നൽകുന്ന പേര് ചോദിക്കുകയാണെങ്കിൽ കാവേരി 2.0 എന്നാണ്, അല്ലെ? കാവേരി 2.0 എന്ന പേര്, അല്ലെങ്കിൽ കാവേരി 2.0 എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കാവേരി എന്ന പേരാണ്, നോക്കി വെച്ചോളുക. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന യുദ്ധവിമാനങ്ങൾക്ക് തദ്ദേശീയമായി നിർമ്മിച്ച എഞ്ചിന് നമ്മൾ നൽകുന്ന പേരാണ് കാവേരി 2.0. വീണ്ടും ഒരു ചോദ്യം. 2026 ജൂലൈ മാസം 22-ാം തീയതി ഒരു കഫേ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആയുഷ് മന്ത്രിയായിരിക്കുന്ന പ്രതാപ് റാവു ജാദവ്, അല്ലേ? നോക്കിക്കോ. ആരോഗ്യകരമായിരിക്കുന്ന ഭക്ഷണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പ്രകൃതി കഫേ നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂഡൽഹിയിലാണ്. ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രകൃതി കഫേ നിലയിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. സോ ഇത് ആര് ഉദ്ഘാടനം ചെയ്തു? ആയുഷ് മന്ത്രിയായിരിക്കുന്ന പ്രതാപ് റാവു ജാദവ് ന്യൂഡൽഹിയിൽ എന്ത് ചെയ്യുന്നു? ഉദ്ഘാടനം ചെയ്തു. 2026 ജൂലൈ മാസം 22-ാം തീയതി എന്ത് ചെയ്തു? ഉദ്ഘാടനം ചെയ്തു. ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഇതിന് ആദ്യത്തെ AI പവേർഡ് പക്ഷി സംഗീതം നിർമ്മിക്കാൻ തുടക്കം കുറിക്കുന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. AI പവേർഡ് പക്ഷി സംഗീതം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ തുടക്കം കുറിക്കാനായിട്ട് ആരംഭിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. അപ്പോൾ ആൾക്കാരുടെ സാന്നിധ്യങ്ങളില്ലാതെ തന്നെ എന്ത് ചെയ്യും? പക്ഷികളെ നിരീക്ഷിക്കും, അല്ലെ? പുതിയ പക്ഷികൾ ഏതെങ്കിലും വരുന്നുണ്ടോ, അല്ലെ? ആ പക്ഷികളുടെ എങ്ങനെയാണ് അവരുടെ യാത്രാ രീതികൾ, അതൊക്കെ കുറിച്ച് പഠിക്കാനായിട്ട് ആ പക്ഷി സംഗീതത്തിൽ എന്ത് ചെയ്യുന്നു? മറ്റേതെങ്കിലും പക്ഷികൾ വന്ന് ചേരുന്നുണ്ടോ, അവരുടെ ജീവിത ശൈലികളൊക്കെ നിരീക്ഷിക്കാനായിട്ട് അങ്ങനെ ഒരു AI പവേർഡ് പക്ഷി സംഗീതം നിർമ്മിക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയാണ്. അത് എവിടെയെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ ബോംബെയിലെ താനെ ക്രീക്ക് ഫ്ലെമിംഗോ സാങ്ച്വറിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് പക്ഷി സംഗീതവും ഇക്കോ നേച്ചർ പാർക്കും എന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കുന്നത്. അപ്പോൾ താനെ ക്രീക്ക് ഫ്ലെമിംഗോ സാങ്ച്വറിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് പക്ഷി സംഗീതവും ഇക്കോ നേച്ചർ പാർക്കും എന്ത് ചെയ്യുന്നു? വരുന്നു എന്നുള്ളതാണ്. നോക്കി വെച്ചോളുക. ചോദിക്കാം. അടുത്ത ചോദ്യം ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. 16ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് വേദി എവിടെയെന്ന് ചോദിച്ചാൽ അത് ചണ്ഡീഗഡാണ്. ബ്രിക്സ് ഓരോ യോഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 യോഗം പഠിച്ചായിരുന്നു, അല്ലേ? കൊച്ചിയിൽ യോഗം കൂടി എന്നുള്ളതാണ്, മറക്കരുത്. അതെന്തിൻ്റെ യോഗമാണ്? ഒന്ന് കമന്റ് ചെയ്ത് കേട്ടോ. 16ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ചണ്ഡീഗഡാണ്. വേദി ചണ്ഡീഗഡാണ്, മറക്കരുത്. അടുത്തൊരു യോഗം വന്നിരിക്കുന്നു. 2026 നടക്കുന്ന അന്താരാഷ്ട്ര ടൈപ്പ് 1 ഡയബറ്റീസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന ഇന്ത്യൻ നഗരം, അല്ലേ? 2026 നടക്കുന്ന അന്താരാഷ്ട്ര ടൈപ്പ് 1 ഡയബറ്റീസ് ഉച്ചകോടിക്ക് വേദിയാവുന്ന ഇന്ത്യൻ നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് ജോധ്പൂരാണ്. നമുക്കറിയാം രാജസ്ഥാനിലാണ്, അല്ലേ? ജോധ്പൂർ രാജസ്ഥാനിലാണ്, അല്ലേ? നീല നഗരം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതിന് വിശേഷിപ്പിക്കുന്നു, അല്ലേ? ജോധ്പൂർ. ഒന്ന് നോക്കി വെച്ചോളുക ആ മീറ്റിംഗ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ്, ഇന്ത്യ ഇസ്രയേൽ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ വേദി. ഇന്ത്യ ഇസ്രയേൽ 2026 ജൂലൈയിൽ ഇന്ത്യ ഇസ്രയേൽ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ വേദി ചോദിച്ചാൽ എവിടെയായിരുന്നു? ന്യൂഡൽഹിയിലായിരുന്നു. സ്വതന്ത്ര വ്യാപാര കരാറിന്റെ വേദി ന്യൂഡൽഹിയിലാണ്. നമ്മളങ്ങനെ ലോകോത്തര നിലവാരത്തിൽ എത്തിയിരിക്കുകയാണ് പിള്ളേരെ. നോക്കൂ, 99.6% ബ്രോഡ് ഗേജ് ശൃംഖലകളും വൈദ്യുതീകരിച്ചതോടെ റെയിൽവേ വൈദ്യുതീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 2ാം സ്ഥാനമാണ്. ചൈനയെ നമ്മൾ തോൽപ്പിച്ച് നമ്മൾ 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ചൈനയ്ക്ക് 3ാം സ്ഥാനമാണ്, 2 ഇന്ത്യയാണ്, 1ാം സ്ഥാനം സ്വിറ്റ്സർലാൻഡാണ്. നോക്കി വെച്ചോളുക. അപ്പോൾ 99.6% ബ്രോഡ് ഗേജ് ശൃംഖലയും വൈദ്യുതീകരിച്ചതോടെ റെയിൽവേ വൈദ്യുതീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2ആണ്, അല്ലേ? നമുക്ക് 3 പ്രധാനപ്പെട്ട ഗേജുകളാണുള്ളത്. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്. അതിലിതാ നമ്മൾ നോക്കൂ, ബ്രോഡ് ഗേജ് ശൃംഖല എന്ത് ചെയ്യുന്നു? കൂടുതൽ വൈദ്യുതീകരിക്കുന്നു. അതിലങ്ങനെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ഏതാണ്? സ്വിറ്റ്സർലാൻഡ്. 3ാം സ്ഥാനമാണ് ചൈന. ചൈനയെ പിന്തള്ളി നമ്മൾ 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഒഡീഷയിലെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നും നമ്മൾ ഒരു വിജയകരമായ ഒരു പരീക്ഷണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 2026 ജൂലൈയിൽ DRDO, അല്ലെ? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പരീക്ഷണം നടത്തി ദീർഘദൂര ഉപരിതല വിമാന മിസൈൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുശ എന്നാണ്. നല്ല ചോദ്യമാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
2026 ജൂലൈയിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പരീക്ഷണം നടത്തിയ ദീർഘദൂര ഉപരിതല വിമാന മിസൈൽ എന്ന് ചോദിച്ചാൽ ഇതാണ്, കുശയാണ്. നോക്കി വെച്ചോളുക. കുശ എന്ന് പറയുന്നത് നമ്മൾ ഒഡീഷയിലെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിക്ഷേപിച്ചു എന്നുള്ളത്. ഇതൊക്കെ വിക്ഷേപണം നടത്തിയപ്പോൾ ചൈന വെറുതെ ഇരുന്നില്ല. ചൈന മറ്റൊരു വിക്ഷേപണം നടത്തി എന്നുള്ളതായിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഖര ഇന്ധന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായിരിക്കുന്ന ഖര ഇന്ധന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചോദിക്കുകയാണെങ്കിൽ ചൈനയാണ്. ആ റോക്കറ്റിന് അവർ നൽകിയിരിക്കുന്ന പേര് ഗ്രാവിറ്റി 1 എന്നുള്ളതാണ്. അതും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചോളുക. ഗ്രാവിറ്റി 1. വീണ്ടും ഒരു പ്രധാന നിയമനമാണ്. ഉക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ്. സെർജി കൊറാറ്റ്സ്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. സെർജി കൊറാറ്റ്സി ഉക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റിരിക്കുന്നു എന്നുള്ളതാണ് കീ. ഇനിതാ മറ്റൊരു ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായ വ്യക്തി ചോദിക്കണമെങ്കിൽ ആന്റി ബോൺഹമാണ്. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ആന്റി ബോൺഹമാണ്. പക്ഷേ ബ്രിട്ടനുമായി ബന്ധപ്പെട്ട ഒരു നിയമനം നമ്മളോട് ചോദിക്കണമെങ്കിൽ ബ്രിട്ടന്റെ ആദ്യത്തെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ചോദിക്കാം. ബ്രിട്ടന്റെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ കനിഷ്ക നാരായണനാണ്. നോക്കി വെച്ചോളുക. കനിഷ്ക നാരായണൻ മന്ത്രി വന്നിരിക്കുന്നു. അതും ഒരു ഇന്ത്യൻ വംശജനാണ്. കണ്ടറിയാൻ കോശി എന്ത് സംഭവിക്കുമെന്ന്. ഇന്ത്യയിൽ ഇൻകം ടാക്സ് ദിനം അല്ലെങ്കിൽ ആദായ നികുതി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നെന്ന് ചോദിച്ചാൽ ജൂലൈ മാസം 24 അല്ലേ? നമുക്കറിയാം 1860 ജൂലൈ മാസം 24 അല്ലേ, ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിൽ എന്ത് കൊണ്ടുവരുന്നു, ആദായ നികുതി അല്ലെ. 1860 ജൂലൈ മാസം 24 ജെയിംസ് വിൽസൺ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇന്ത്യയിൽ ആദായ നികുതി നടപ്പിലാക്കുന്നു. സോ ആ ജൂലൈ മാസം 24 നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു, ഇൻകം ടാക്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. ഇതടുത്ത് നോക്കിക്കോ. സ്പോർട്സുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം. അങ്ങനെ കോമൺവെൽത്ത് ഗെയിംസ് എന്ത് ചെയ്യണത്, ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അല്ലേ. കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചിരിക്കുന്നു. 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ചണ്ടുകുമാർ ആണ്. ചണ്ടുകുമാർ കേട്ടോ. ചണ്ടുകുമാർ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ ഒരു മെഡൽ നേട്ടം കൊണ്ടുവന്നിരിക്കുന്നു. 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് അല്ലേ. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി നമുക്കറിയാം ഗ്ലാസ്ഗോയാണ്. അത് നമ്മൾ മുന്നേ ചർച്ച ചെയ്തതാണ്. അതിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേട്ടം എന്ന് ചോദിച്ചാൽ അത് ചണ്ടുകുമാറിൻ്റെതാണ് അല്ലേ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗിൽ, പവർ ലിഫ്റ്റിംഗിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേട്ടം സ്വർണ്ണമല്ല വെങ്കലമാണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു അല്ലേ. നോക്കിക്കോ, നമ്മളത് ചർച്ച ചെയ്തു അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ ഒരു പൂർണ്ണ വീഡിയോ തന്നെ നമ്മൾ യൂട്യൂബിൽ നൽകിയിട്ടുണ്ട്, പോയി നോക്കുക. എങ്കിലും കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന സംഭവമുണ്ട് നമ്മളൊന്ന് നോക്കുന്നു. 2026 ഫിഫ ലോക കിരീടം നേടിയ രാജ്യം നമുക്കറിയാം സ്പെയിനാണ് അല്ലേ. ഫൈനലിൽ അർജന്റീനയെ പരാജയപ്പെടുത്തി സ്പെയിൻ വിജയിക്കുന്നു എന്നുള്ളതാണ്. സ്പെയിന് വേണ്ടി വിജയ ഗോൾ നേടിയ താരമാണ് ഫെറാൻ ടോറസ് അല്ലേ. ഫെറാൻ ടോറസ് ആണ് സ്പെയിന് വേണ്ടിയിട്ട് വിജയ ഗോൾ നേടിയ താരമാണെന്ന് ചോദിച്ചാൽ ആരാണ്, ഫെറാൻ ടോറസ് ആണ് സ്പെയിന് വേണ്ടി വിജയ ഗോൾ നേടിയിരിക്കുന്നത്. സ്പെയിൻ്റെ 2ാമത്തെ ലോകകപ്പ് കിരീടമാണ് അല്ലെ. 2 തവണ സ്പെയിൻ നേടിയിട്ടുണ്ട്. 2010 2026 റണ്ണറപ്പായ ടീം അർജന്റീന ആയിരുന്നു അല്ലെ. 3 തവണ അവരും കിരീടം നേടി. 78, 86, 2022 അർജന്റീന കിരീടം നേടി. അങ്ങനെ 4 രാജ്യങ്ങൾ സെമി ഫൈനലിൽ കളിച്ചു. ആ 4 രാജ്യങ്ങൾ കൂടി നമ്മൾ നോക്കി വെച്ചോളുക അല്ലെ. ലോക സെമി ഫൈനലിലെത്തിയ 4 രാജ്യങ്ങൾ ഫ്രാൻസ്, സ്പെയിൻ, അർജന്റീന, ഇംഗ്ലണ്ട്. 1ാം സ്ഥാനം ആര് കൊണ്ടുപോയി, സ്പെയിൻ കൊണ്ടുപോയി. 2ാം സ്ഥാനം അർജന്റീന, 3ാം സ്ഥാനം ഇംഗ്ലണ്ട്, 4ാം സ്ഥാനം ഫ്രാൻസ്. അങ്ങനെ ഫിഫയുടെ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം എത്തിയിരിക്കുന്ന ഏത് രാജ്യമെന്ന് ചോദിച്ചാൽ ഏറ്റവും പുതിയ ഫിഫ പുരുഷ ഫുട്ബോൾ റാങ്കിംഗ് പ്രകാരം 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ എന്താണ്, അത് സ്പെയിനാണ്. ഇവിടെ ഇന്ത്യയുടെ സ്ഥാനം റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 138 പിള്ളേരെ. ഇന്ത്യ 138. നമ്മളൊരു പക്ഷേ താമസിയാതെ തന്നെ നമ്മൾ 50 റാങ്കിനകത്ത് വരും എന്നുള്ളതാണ് ശുഭപ്രതീക്ഷ. നമ്മൾ വേൾഡ് കപ്പ് കളിക്കും എന്നുള്ളതാണ് അല്ലേ.
അപ്പോൾ ഫിഫയുടെ ഏറ്റവും പുരുഷ റാങ്കിംഗ് പ്രകാരം ഫിഫ ഫുട്ബോൾ റാങ്കിംഗ് പ്രകാരം 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ എന്താണ്? സ്പെയിനാണ്. 2ാം സ്ഥാനം അർജന്റീനയാണ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. 3ാം സ്ഥാനം ഫ്രാൻസ്, 4ാം സ്ഥാനം ഇംഗ്ലണ്ട്. പക്ഷേ ഫുട്ബോളിൽ 3ാം സ്ഥാനം ഇംഗ്ലണ്ടാണ്. മാറിപ്പോരുത്. ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ട് 2026 ജപ്പാൻ ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഫൈനലിൽ കടന്ന താരം പി വി സിന്ധു എന്ത് ചെയ്യാണ്? ഫൈനലിൽ വിജയിച്ചിരിക്കുന്നു അല്ലേ? 2026 ജപ്പാൻ ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ കിരീടം നേടിയ താരം ചോദിച്ചാലും ഫൈനലിൽ കടന്ന അല്ലേ? കിരീടം നേടിയ താരം ആരെന്ന് ചോദിച്ചാലും പി വി സിന്ധു ആണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ജപ്പാൻ ഓപ്പൺ കിരീടം സ്വന്തമാക്കുന്നു. ആര് സ്വന്തമാക്കുന്നു? പി വി സിന്ധു. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം കൂടിയാണ് പി വി സിന്ധു. ക്ലിയർ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ നോട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ട്രിക്ടറിൻ്റെ ടെലഗ്രാം ചാനലിൽ നൽകുന്നതാണ്. അതുകൊണ്ട് 2 കാര്യങ്ങളാണ് അല്ലേ? ഫിഫ ഫുട്ബോളും 72ാമത് നാഷണൽ ഫിലിം അവാർഡും ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? പോയി കാണുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.